ഹായ്, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനും അനീഷേട്ടനും കൂടി ഇന്നൊരു സ്ഥലത്ത് പോവാണ്. അപ്പൊ നമ്മളിപ്പോ നേരെ നമ്മുടെ ലോഡ് കാറ്റാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നായിക്കാവ് പ്ലാന്റിലോട്ടാണ്. അപ്പോൾ അതെ, ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് കണ്ടോ, മഴയുമില്ല വെയിലുമില്ല, അതേ ഒരു കാലാവസ്ഥയാണ്. പക്ഷെ നല്ല രീതിയിലുള്ള കാർമേഘങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് നായിക്കാവ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ഇതേ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വേണം നമ്മുടെ പ്ലാന്റിലോട്ട് കയറാൻ. അങ്ങനെ നമ്മള് നായിക്കാവ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഓരോ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മൊത്തം കട്ടിലാണ് കേട്ടോ. കട്ടിലിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. നമ്മുടെ ടൗൺഷിപ്പിലേക്ക് കൊണ്ടുപോകേണ്ട സാധനമാണ്, അതായത് വയനാട്ടിലേക്ക്. അപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇവിടെയൊക്കെ നമ്മുടെ വർക്കേഴ്സ് പണിയെടുക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ വെൽഡിങ്ങിൻ്റെ ചങ്കുകളാണ്, വെൽഡിങ്ങിൻ്റെ മെയിൻ വർക്കേഴ്സാണ് കേട്ടോ. ഓരോരുത്തരും ഓരോരോ പണിയിലാണ്. അതേപോലെ ഇവിടെ കണ്ടോ, ഇവിടെ പഴയ പൈപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഈ ടൈലർ വന്ന് കിടക്കുന്നത് കേട്ടോ. ഇതേ ഒരു പൈപ്പ് അതിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇങ്ങനെ ലോഡ് കയറി വരികയാണ് കേട്ടോ. അപ്പം നമ്മുടെ റെഡി മിക്സ് വണ്ടികളൊക്കെ നേരെയായിട്ട് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതേപോലെ നല്ല രീതിയിലുള്ള മഴക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കുമ്പള ഓഫീസിൽ നിന്ന് കുറച്ച് കട്ടിലും കൂടി ഇതിൽ ഫില്ലാക്കണം. അപ്പോഴൊക്കെ നമ്മുടെ വണ്ടി മൊത്തത്തിൽ ഫുള്ളാവും. ഇവിടുന്ന് ഇത്ര സാധനമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ നായിക്കാവ് പ്ലാന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ കുമ്പള നമ്മുടെ ഓഫീസിൽ പോകണം. അവിടുന്ന് കുറേ സാധനം കയറ്റാനുണ്ട്. കുറേ സാധനം എന്ന് വെച്ചാൽ ഈ ഡോർമെട്രി സെറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു 80 പീസും കൂടി നമ്മുടെ വണ്ടിക്കകത്തോട് കയറ്റണം. കയറുമോ എന്നറിയില്ല. എന്തായാലും വണ്ടി ഫുള്ള് സാധനം നമ്മൾ ഇന്ന് കയറ്റും. എന്നിട്ട് നേരെ നമ്മൾ വയനാട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ വേറെ എവിടെയല്ല, നമ്മുടെ ഇപ്പോൾ ടൗൺഷിപ്പിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ആയങ്ങാണ്ടാവില്ല അനി ചേട്ടാ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കണ്ടോ, നമ്മുടെ വേവും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പിറകിലായിട്ട് വെച്ചിട്ടുണ്ട്. ബൈ ചാൻസ് അതുവഴി വേറെ എവിടെയെങ്കിലും നമുക്ക് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ട് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എല്ലാം സെറ്റപ്പായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോഡ് കണ്ടോ, നമ്മുടെ ഹൈവേക്ക് ഇപ്പോൾ ഇതാണ് അവസ്ഥ. മൊത്തം മൂടിക്കെട്ടിയ നിലയിൽ തന്നെയാണുള്ളത്. പക്ഷെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഏതാണ്ടത് നമ്മുടെ ഓഫീസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വണ്ടി ഉള്ളിലേക്ക് കയറ്റണം. അപ്പോൾ നമ്മൾ കുമ്പള ഓഫീസിലെത്തിയിട്ടുണ്ട്. കണ്ടോ, വണ്ടിയിൽ ഇത്രത്തോളം സാധനങ്ങൾ കയറ്റി ഇപ്പോഴിങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ലേബർ ഷെഡൊക്കെ മൊത്തം പൊളിച്ചു മാറ്റാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വയനാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ലേബർ ഷെഡാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കട്ടിലാണ് നമ്മളിപ്പോൾ വണ്ടിക്കകത്തോട്ട് കയറ്റി വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ സൈഡിൽ നിന്നായിട്ട് പൊളിച്ച് വരുന്നുണ്ട്. ഇനി നേരെ വയനാട് കൊണ്ടുപോയി സെറ്റ് ചെയ്യും കേട്ടോ. അതേപോലെ ഇതാണ് നമ്മുടെ കുമ്പള ഓഫീസ്. അപ്പോൾ നമ്മൾ മൊത്തം ലോഡൊക്കെ കാറ്റിയത് പാക്കെ വെച്ച് മൂടി കെട്ടിയിട്ടുണ്ട്. ഇനി നേരെ വയനാടേക്കുള്ള പിടിയാണ് കേട്ടോ. നമ്മളങ്ങനെ കാസർഗോഡ് ഫ്ലൈ ഓവറിന്റെ അടിയിലെത്തിയിട്ടുണ്ട്. വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. രാവിലെ സാധനങ്ങളൊക്കെ തന്നെ കയറ്റി ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ലേറ്റായി. ഇപ്പൊ സമയം ഏതാണ്ട് 3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിന്റെ അടിയിലുള്ള ഇപ്പോഴുള്ള അവസ്ഥ. ഇവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ നമ്മൾ എന്തായാലും നേരെ എവിടേക്ക് വെച്ച് പിടിക്കുകയാണ്, നമ്മുടെ വയനാടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഇനിയിപ്പോ രാത്രി അങ്ങനെ ഉണ്ടാവും കേട്ടോ അങ്ങെത്താൻ. അപ്പൊ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ അടിയൊക്കെ നല്ല മനോഹരമായിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ ഇന്നും
വയനാട്ടിലേക്കുള്ളത് ഇതേ നമ്മുടെ അനീഷ് ചേട്ടനാണ്. അനീഷ് ചേട്ടനും ഞാനുമാണ് ഇന്ന് വയനാട്ടിലേക്ക് പോകുന്നത്. ഇനിയിപ്പോ നമ്മള് അവിടെ എപ്പോ എത്തും, എങ്ങനെ എത്തും അറിയില്ല. എന്തായാലും നമ്മൾ നാളെ ലോഡ് ഇറക്കി തുടങ്ങുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുന്ന് കാഞ്ഞങ്ങാട് റൂട്ടാണ് കേട്ടോ ഇന്ന് പോകുന്നത്. നമ്മുടെ ഫ്ലൈ ഓവറിന്റെ അടിയിൽ നിന്ന് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇതുവഴി വേണം പോവാൻ. അപ്പൊ നമ്മുടെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിന്റെ അടിയിൽ ഇപ്പോ ഇതാണ് അവസ്ഥ. കണ്ടോ, ഇവിടുത്തെ തിരക്കൊക്കെ വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരെ കാഞ്ഞങ്ങാട് റോഡ് നമ്മൾ കയറാൻ വേണ്ടി പോവാണേ. ഇവിടെയൊക്കെ JCB എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ നല്ല വീതിയൊക്കെ കൂട്ടി ഇവിടെ ഒരു ജംഗ്ഷനാക്കി മാറ്റുന്നുണ്ട്. ഇവിടെയുള്ള ട്രാഫിക് ബ്ലോക്കൊക്കെ ഒരുപാട് കുറയും കേട്ടോ. ഇനി കണ്ടോ, ഇവിടെയൊക്കെ GSB അടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇനി വീതി കൂട്ടിയെടുക്കും. അപ്പൊ നമ്മുടെ ആസിഫ് അലിക്ക് വന്ന് ഉദ്ഘാടനം ചെയ്ത മൈജിയാണ് ആ കാണുന്നത്. അപ്പൊ നമ്മുടെ കാഞ്ഞങ്ങാട് റോഡ് നമ്മള് കയറാൻ വേണ്ടി പോവാണേ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. നമ്മുടെ കാസർഗോഡുള്ള റിലയൻസ് ട്രെൻഡ്, അങ്ങനെ എല്ലാ ഷോപ്പും ഈ ഏരിയയിലാണ്. നമ്മുടെ കാസർഗോഡ് പുതിയ സ്റ്റാൻഡിൽ നിന്ന് പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴി. ഇവിടെ ഒരു അടിപൊളി മരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടുന്ന് നേരെ പോയാൽ നമ്മുടെ കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെത്താം. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിതേ കാഞ്ഞങ്ങാട് റോഡ് കയറിയിട്ടുണ്ട്. ഇതേ ഇവിടെ പച്ച ബോർഡിലൊക്കെ കാണാം കാഞ്ഞങ്ങാട് എന്ന്. അപ്പൊ ഇനിയുള്ള നമ്മുടെ യാത്ര ഒരു പോക്ക് തന്നെയാണ്. കാരണം നമ്മൾ കുറേ കാലമായി കേട്ടോ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെ ഇങ്ങനെ കളിക്കുന്നു. ഇനിയിപ്പോ ഇത് തന്നെയാവും. ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് പോവേണ്ടി വരും. അപ്പൊ നമുക്കിനി പല പല കാഴ്ചകൾ കണ്ട് മുന്നോട്ടേക്ക് പോവാം. അപ്പോ ഈ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കാഞ്ഞങ്ങാട് പോകുന്ന വഴിക്ക് മണ്ണിടിഞ്ഞത്. നമ്മളൊരിക്കൽ ഇറ്റാച്ച് കൊണ്ട് വർക്ക് ചെയ്ത സ്ഥലമാണ്. ഇതേ കണ്ടോ, ഡേഞ്ചറായിട്ട് കിടക്കുകയാണ്. ഇപ്പം വേറെ ഒന്നും ചെയ്തില്ല. അപ്പൊ നമ്മള് അതൊക്കെ കടന്ന് നേരെ മുന്നോട്ടേക്ക് പോവാണേ. അപ്പൊ നമ്മള് നമ്മുടെ വയനാടേക്കുള്ള യാത്രയില് ഇതേ കാഞ്ഞങ്ങാട് റോഡ് വഴി ഇങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ മൊത്തം കുണ്ടും കുഴിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ റോഡ് നമുക്ക് ടാറിംഗ് വർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മഴയായത് കൊണ്ടാവണം തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ മൊത്തം നമ്മൾ തന്നെ ടാർ ചെയ്ത് കൊണ്ട സ്ഥലമാണ്. നിലവിൽ ഒരു അപ്ഡേഷനും കിട്ടിയില്ല കേട്ടോ. അപ്പൊ മിക്കവാറും മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ വർക്ക് തുടങ്ങുമായിരിക്കും. നമ്മളെന്തായാലും നേരെ വയനാട്ടിലോട്ട് വെച്ച് പിടിക്കുകയാണ്. ഇന്നിനിപ്പോ എപ്പോ എത്തും എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ കാഞ്ഞങ്ങാട് എത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാടൊക്കെ കണ്ടോ നല്ല തിരക്കാണേ. ബസ്സൊക്കെ റോഡിലാണ് നിർത്തുന്നത്. ഹെവി ആയിട്ടുള്ള തിരക്കിന്. ഇവിടെയൊക്കെ പോലീസുകാരൊക്കെ കഷ്ടപ്പെടുകയാണ് ഓരോരുത്തരെ റോഡ് കടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ രാത്രി എത്ര മണിക്ക് നമ്മുടെ വയനാട് എത്തും എന്നൊന്നും അറിയില്ല. എന്തായാലും നാളെ നല്ലൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവരോടും ഗുഡ് ബൈ. അപ്പൊ ഇന്ന് എന്തായാലും ആകാശമൊക്കെ മൊത്തം മൂടിക്കെട്ടി ഒരു മഴക്കാറുള്ള കോള് തന്നെയാണ്. ഞങ്ങൾ എപ്പോ അങ്ങ് എത്തുന്നൊന്നും അറിയില്ല. കാരണം ഏകദേശം രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും ഞങ്ങളങ്ങ് എത്തുക. കാരണം കൽപ്പറ്റ എത്തണം വയനാട്ടില്. നീലേശ്വരത്തൊക്കെ മൊത്തം കച്ചറയായി കേട്ടോ. നീലേശ്വരത്തൊക്കെ മൊത്തം സീനായിട്ട് കിടക്കുകയാണ്. കണ്ടോ, ഇവിടെയൊക്കെ 100% വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഫില്ലിംഗ് ഒക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ. മൊത്തം ബ്ലോക്കാണ്. അപ്പൊ പോകുന്ന വഴിയൊക്കെ ഇത് ഇവിടെയൊക്കെ എത്രത്തോളം മണ്ണ് ഫില്ല് ചെയ്ത് പൊക്കേണ്ട സ്ഥലമാണെന്നറിയാമോ. അപ്പൊ ഇതൊന്നും ആയില്ല കേട്ടോ. ഇവലെ വർക്ക് എന്റെ വ്യക്തിപരമായ രീതിയിൽ വളരെ സ്ലോ ആണെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ഒരുപാട് കാലമായി ഇങ്ങനെ തന്നെ കിടക്കുന്നു. ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ വലിയൊരു കനാലങ്ങം വെച്ചതുപോലെ നമ്മുടെ രണ്ട് സൈഡിലായിട്ടും കോൺക്രീറ്റിന്റെ വാളുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അതിനിടയിലൊന്നും
ഇതേ കുറച്ച് മണ്ണ് മാത്രം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മണ്ണ് ഫില്ല് ചെയ്യേണ്ട സ്ഥലമാണ് ഇതൊക്കെ. പക്ഷെങ്കിൽ ഇവർക്ക് മണ്ണ് കിട്ടുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അതാവണം ചിലപ്പോൾ ഇതേ ഈ വർക്കൊക്കെ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം. എന്തായാലും ഇതിലൂടെ പോകുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വളരെയധികം ദുരിതം തന്നെയാണ്. റോഡൊക്കെ നോക്കിയാൽ മൊത്തം ചളിയാണ് കേട്ടോ. ചളി കുളമായി കിടക്കുന്ന റോഡാണ്. അപ്പൊ നമ്മുടെ നീലേശ്വരത്തിന് അടുത്തായിട്ടുള്ളത് വീരമല കുന്ന്. ഇപ്പൊ ഇതാണ് അവസ്ഥ കണ്ടോ. കുറച്ച് മുന്നേ ഇടിഞ്ഞ ഒരു മലയാണ് ഇത്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം ഈ മല ഇനി ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ രീതിയിലുള്ള അപകടമാണ് ഇനി ഉണ്ടാവാനുള്ള സാധ്യത. ഇത് ഈ ചെറിയൊരു കോൺക്രീറ്റ് വാള് മാത്രമേ അതിന് തടസ്സമായിട്ടുള്ളൂ. പക്ഷെ അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല കേട്ടോ. നമ്മുടെ ശിരൂരുണ്ടായ അതേ ഒരു അപകടം ഇവിടെ ഇനി പ്രതീക്ഷിക്കാം. നമ്മളിതാ കൊട്ടിയൂര് അമ്പലത്തിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. കാര്യമായ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ഒറ്റയായിട്ടുള്ളത് ഇതുപോലത്തെ വണ്ടി മാത്രമേ വരുന്നുള്ളൂ. ഫുള്ള് കോട മഞ്ഞ് കൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നമ്മൾ പാൽച്ചുരം വഴിയാണ് കേട്ടോ പോകുന്നത്. ഇവിടെയൊക്കെ മൊത്തം കോട മഞ്ഞിറങ്ങിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു വണ്ടിയെല്ലാം വരുന്നുണ്ട്. അനീഷേട്ടൻ കാണുന്നുണ്ടാ? ലൈറ്റിന്റെ ഒരു രണ്ട് വെളിച്ചം ഇത് മാത്രമാണല്ലേ. നമ്മളെ വണ്ടി കോടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. മൊത്തം കോടയാണ്, നല്ല ഇടിവെട്ട് കോട. കേട്ടോ പുറത്തൊക്കെ നോക്കി. ഒരു സൈഡിൽ വലിയ കൊക്കയാണ് കേട്ടോ. ഈ കാണുന്ന മൊത്തം നല്ല കൊക്കയാണ്. ഹെവി കോട, നല്ല ഇടിവെട്ട് കോട. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഇങ്ങനെ പോകുന്ന കാണാം. വേറെ ഒന്നും നമ്മൾ കാണുന്നില്ല. ലൈറ്റ് പോകുന്ന ചെറിയൊരു 10 മീറ്റർ അത്രേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി മൊത്തം വെള്ള കളറായിട്ട് കിടക്കുകയാണ്. നമ്മളേതാണ്ട് പാൽച്ചുരം കയറി മുകളിലെത്താറായിട്ടുണ്ട്. നല്ല പിടുത്തം വിട്ട കോട. ആഹാ, നല്ല തണുപ്പാണ് കേട്ടോ വയനാട്ടില്. അപ്പൊ ഈ കാലാവസ്ഥയിൽ ഇപ്പൊ വയനാട് പോകുന്നത് അടിപൊളി ഒരു സെറ്റപ്പ് തന്നെ ആയിരിക്കും. എത്രാത്ത വളവാ. ഇതൊന്നും ഫുള്ള് എഴുതിയില്ല കേട്ടോ. ഇതാ ഈ കാണുന്ന സൈഡ് ഇത് വലിയൊരു അഗാധമായ കൊല്ലിയാണ്. താഴോട്ടങ്ങാൻ പോയാൽ നമ്മൾ തീർന്നു കേട്ടോ. പിറകിൽ നിന്നൊക്കെ എന്തൊക്കെയോ വണ്ടിയൊക്കെ വരുന്നുണ്ട്. മൊത്തം പുക മാത്രമേ ഉള്ളൂ.